ഹലോ ഫ്രണ്ട്സ്. 3ാം ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 5 ദ ലിറ്റിൽ ക്ലേ ഹട്ട്. ഇവിടെ ഇംഗ്ലീഷിലും നമ്മൾ യൂണിറ്റിയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. യൂണിറ്റി, ഐക്യം. മലയാളത്തിൽ നമുക്ക് ഐക്യഗാഥ എന്ന യൂണിറ്റാണ് വന്നത്. ഇവിടെയും യൂണിറ്റി, ഐക്യം എന്ന തീമാണ് ഈ യൂണിറ്റിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. By and by a mouse came to the pot. താമസിയാതെ ഒരു ചുണ്ടലി ആ പോട്ടിൻ്റെ അടുത്തെത്തി. ഓ, എ ലിറ്റിൽ ക്ലേ പോട്ട് വിത്ത് എ വിൻഡോ. ഒരു ജനാലയോട് കൂടിയ ഒരു കൊച്ചു മൺകുടം. ഐ വണ്ടർ ഹു ലീവ്സ് ഹിയർ. ഇതിനുള്ളിൽ ആരാണ് ജീവിക്കുന്നത്? എനിക്ക് അത്ഭുതമാവുന്നു. യു ഹൂ, എനിവൺ ഇൻസൈഡ്? The mouse asked. അകത്ത് ആരെങ്കിലും ഉണ്ടോ? മൗസ് ചോദിച്ചു. I am Busfuss the fly here. Who are you? ഞാൻ ബസ്ഫസ് എന്ന ഫ്ലൈ ഇവിടെ ഉണ്ട്. നീ ആരാണ്? ക്രഞ്ച് മഞ്ച് ദ മൗസ്. എന്താണ് മൗസിൻ്റെ പേര്? ക്രഞ്ച് മഞ്ച്. വെൽ, why don't you move in with me? Why don't you move in with me? എന്തുകൊണ്ട് നീ എന്നോടൊപ്പം ഉള്ളിലേക്ക് വരുന്നില്ല? So the mouse scurried in and both of them made the pot their home. The mouse scurried. Scurried means ധൃതിയിൽ വരിക. പിരിപിരുന്നനല്ലേ നമ്മുടെ മൗസൊക്കെ നടക്കുക, അതുപോലെ വന്നു. So the mouse scurried in and both of them made the pot their home. അങ്ങനെ അവർ രണ്ടുപേരും ആ പോട്ടിനെ അവരുടെ വീടാക്കി. Who are the inmates? The fly and the mouse. ആരൊക്കെയാണത്? The flyയും പിന്നെ മൗസും. Are they happy? Yes, they are happy. അല്ലേ? They live happily in the pot hut. Who made the window? ആരാണപ്പോൾ ഈ ജനലുണ്ടാക്കിയത്? ആദ്യം പോട്ടിന് വിൻഡോ ഉണ്ടായിരുന്നില്ലല്ലോ. ഹു മെയ്ഡ് ദ വിൻഡോ? ദ ഫ്ലൈ. ഡു യു തിങ്ക് ദ ഫ്ലൈ ക്യാൻ ലിവ് ഹാപ്പിലി വിത്ത് ദ മൗസ് ഇൻ ദ പോട്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഫ്ലൈക്ക് മൗസിൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കാമെന്ന്? വൈ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? യെസ്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്, ജീവിക്കാൻ കഴിയും. യെസ്, കാരണം എന്താണ്? ദ ഫ്ലൈ ക്യാൻ ലിവ് ഹാപ്പിലി ഇൻ ദ പോട്ട് വിത്ത് ദ മൗസ് ബിക്കോസ് ബോത്ത് വാണ്ട് എ ഹൗസ്. രണ്ടു പേർക്കും ഒരു വീട് ആവശ്യമാണ്, അല്ലേ? ബിക്കോസ് ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആവും ഇനി, അല്ലേ? ഡു ദേ ലവ് ഈച്ച് അതർ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്യുമോ, സ്നേഹിക്കുമോ? സെർട്ടൻലി, അല്ലേ? അവർ നന്നായി സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കും. ഓക്കെ. ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. തവളയുടെ പേരാണ് ഹോപ്പ് സ്റ്റോപ്പ്. നൗ ഇൻ ദ പോട്ട് there are 2 inmates. അല്ലേ? ഇപ്പോൾ നമ്മുടെ ഈ പോട്ടിൽ ആരൊക്കെ ഉണ്ട്? 2 പേരുണ്ട്. there are 2 inmates. അന്തേവാസികൾ. by and by a frog came hopping and it saw the pot. അങ്ങനെ ഒരു തവള ചാടി ചാടി വന്നു, അത് ഈ പോട്ട് കണ്ടു. Oh, a little clay hut with a window. I wonder who lives here. Oh, ഒരു നല്ല കൊച്ചു വീട്, അതിനൊരു ജനലും ഉണ്ട്, അല്ലേ? ഇതിൽ താമസിക്കുന്നത് ആരാണ്? യു ഹൂ, എനിവൺ ഇൻസൈഡ്? ആരെങ്കിലും അകത്തുണ്ടോ? യെസ്, ബസ്ഫസ് ദ ഫ്ലൈ ആൻഡ് ക്രഞ്ച് മഞ്ച് ദ മൗസ്. ഉണ്ട്. ആരൊക്കെയുണ്ട്? ബസ്ഫസ് എന്ന ഫ്ലൈയും
ക്രഞ്ച് മഞ്ച് എന്ന മൗസും ഉണ്ട്. ആൻഡ് ഹൂ ആർ യു? നീ ആരാണ്? ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. ഞാൻ ആരാണ് എന്നാണ് പറയുന്നത്? ഐ ആം ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. വെൽ, ഓക്കെ, നന്നായി. വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്? എന്താ നീ ഞങ്ങളോടൊപ്പം അകത്തേക്ക് വരുന്നില്ലേ? So the frog hopped in and the three made the pot their home. അങ്ങനെ തവള അകത്തേക്ക് ചാടി ചാടി കയറി അവർ 3 പേരും ആ പോട്ടിനെ അവരുടെ വീടാക്കി. They loved each other. They worked hard. അവർ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. They made their home more convenient. അവർ ആ പിക്ചർ നോക്കൂ, നെക്സ്റ്റ് പിക്ചേഴ്സൊക്കെ നോക്കൂ. ദേ മെയ്ഡ് ദെയർ ഹോം മോർ കൺവീനിയൻറ്റ്. കൺവീനിയൻറ്റ്, സൗകര്യമുള്ളതാക്കുക. ഹൗ മെനി ഫ്രണ്ട്സ് ആർ ദർ നൗ ഇൻ ദ പോട്ട്? ഹൗ മെനി ഫ്രണ്ട്സ് ആർ ദർ ഇൻ ദ പോട്ട്? 3 ഫ്രണ്ട്സ്. ആരൊക്കെയാണ് അവർ? ദർ ആർ 3 ഫ്രണ്ട്സ് ഇൻ ദ പോട്ട്. ഹു ആർ ദേ? ആരൊക്കെയാണ് അവർ? ബസ് ഫസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, hop stop the frog. Can the pot hold more friends? ഇനി ഈ പോട്ടിന് കൂടുതൽ ഫ്രണ്ട്സിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? എന്തുകൊണ്ട്? വൈ? യെസ്, ഉൾക്കൊള്ളാൻ കഴിയും. യെസ്, the pot can hold more friends because the friends are small. അല്ലേ? ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 3 ഫ്രണ്ട്സും ചെറുതാണ്. ആക്ടിവിറ്റി നമ്പർ 2. The 6 friends lived in the clay hut happily. 6 പേരും ക്ലേ ഹട്ടിൽ സുഖമായി ജീവിച്ചു. We need many things to make our lives comfortable. നമുക്ക് കുറേ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിന് സൗകര്യമാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്, അല്ലേ? Here are 12 things we make use of at home. ഇവിടെ 12 things ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന 12 സാധനങ്ങൾ. Draw a line from the things to the appropriate rooms shown in the plan. പ്ലാൻ കണ്ടില്ലേ? അതിൽ റൂംസ്, ഹാള്, ടോയ്ലറ്റ്, കിച്ചൺ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രോ എ ലൈൻ ഫ്രം ദ തിങ്സ് ടു ദ അപ്രോപ്രിയേറ്റ് റൂംസ്. ഏത് സാധനങ്ങൾ എവിടെയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്. യു ക്യാൻ പ്ലേസ് ഓൺലി 2 തിങ്സ് ഇൻ എ റൂം. അപ്പോൾ നിങ്ങൾ 2 സാധനങ്ങളെ ഒരു റൂമിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, വാഷ് ബേസിനും ചെയേഴ്സും നമുക്ക് എവിടെ വെക്കാം? ഡൈനിങ് റൂമിൽ വെക്കാം. ഡൈനിങ് റൂം, ഡൈനിങ് ഹാൾ. അടുത്തത്, അതിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിലെ സോപ്പ്, വാട്ടർ, ക്ലോസറ്റ്. അതിനടുത്ത് താഴെയായിട്ടൊരു ഹാളുണ്ട്, അല്ലേ? ഹാളിൽ എന്താണ് വെക്കുന്നത്? സോഫ, ടെലിവിഷൻ. അതിൻ്റെ താഴെയായിട്ട് റീഡിംഗ് റൂം. റീഡിംഗ് റൂമിൽ എന്താവും ഉണ്ടാവുക? ബുക്ക് ഷെൽഫ്, ന്യൂസ് പേപ്പർ. അതിന് തൊട്ടടുത്തായിട്ട് കിച്ചൺ, ഗ്യാസ് സ്റ്റവും മിക്സറും കിച്ചണിൽ. അതിനടുത്ത ബെഡ്റൂമിൽ പില്ലോ, കോട്ട്. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ ആരോ ഇട്ടിട്ട് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആഡ് 2 more items which can be placed in these rooms. ഇനി 2 സാധനങ്ങൾ കൂടി, കിച്ചണിൽ വെക്കാൻ പറ്റുന്ന 2 സാധനങ്ങൾ, അതേപോലെ ഡൈനിങ് ഹാളിൽ വെക്കാൻ പറ്റുന്ന 2 സാധനങ്ങൾ, അങ്ങനെ ഓരോ റൂമിലും, ഈച്ച് റൂംസ്. കിച്ചൺ, സിങ്ക്, ഫ്രിഡ്ജ്. ഡൈനിങ് ഹാൾ, ടേബിൾ, ഫാൻ. ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ബക്കറ്റ്. റീഡിംഗ് റൂം, കലണ്ടർ, കമ്പ്യൂട്ടർ. ഹാൾ, ടെലിഫോൺ, ടീപ്പോയ്. ബെഡ്റൂം, ഫാൻ, ക്ലോക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.